അങ്ങനെ ഞങ്ങൾ പ്രശാന്തിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ ബെല്ലടിച്ച് നോക്കട്ടെ. ഞാനും ഉണ്ട്, ഇക്കയുണ്ട്. ക്യാമറ ചെയ്യുന്നത് ഇഷാൻ കെ ഷാർ. ഹലോ, ഇതാണ് പ്രശാന്തിക്കുട്ടി. ഇവിടെ പ്രശാന്തിയുടെ അച്ഛൻ, അമ്മ എല്ലാവരും ഉണ്ട്. പ്രശാന്തിക്കുട്ടി ഞാൻ പറഞ്ഞില്ലേ, പ്രശാന്തിക്കുട്ടിയാണ്. പ്രശാന്തിക്കുട്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. വരൂ. പ്രശാന്തിൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് ഞാൻ സർപ്രൈസ് എന്ന് പറഞ്ഞില്ലേ, ഇതാണ് ആ സർപ്രൈസ്. കണ്ടില്ലേ, നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗമാണ് നഖങ്ങൾ സംരക്ഷിക്കുക, നഖം വൃത്തിയാക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ നഖത്തിൽ ഞാൻ ചായമൊന്നും തേച്ചിട്ടില്ല, വേറെ കുറേ ക്ലീനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് വലിയ നെയിലില്ല, അടുക്കളപ്പണി ചെയ്യുന്നതുകൊണ്ട് അധികം ചെയ്യാറില്ല. പക്ഷേ പ്രശാന്തി പറയുന്നത് നെയിൽ എപ്പോഴും നല്ല ഭംഗിയായിട്ട് എന്താ പറയുക, ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പം നമുക്കത് പെർമനൻ്റ് ആയിട്ട് 1 മന്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സജ്ജീകരണമാണ്. നെയിൽ ആർട്ടാണ് പ്രശാന്തിയുടെ പ്രൊഫഷൻ. അപ്പോൾ പ്രശാന്തി അത് വീട്ടിൽ ചെയ്യാറുണ്ട്, പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വിളിക്കുന്ന ബ്യൂട്ടി പാർലേഴ്സിൽ ബ്രൈഡ് വർക്കിന് ഒക്കെ പോയി നെയിൽ ആർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് ഉള്ള ഒരു അധ്യാപിക കൂടിയാണ് നമ്മുടെ പ്രശാന്തി. എനിക്കൊരു പരീക്ഷണമാണ്, ഞാനിന്ന് ഇത് ചെയ്യാൻ പോവാണ്. അപ്പം ഇന്ന് എന്താണ് എൻ്റെ നഖത്തിൽ പരീക്ഷിക്കാൻ പോകുന്നത്? നമുക്ക് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് ഒരു വർക്ക് ചെയ്യും. അപ്പം നെയിലിന് നീളം കൂട്ടിയിട്ട് ഒരു വർക്ക് ചെയ്യും. ഇത് നമുക്ക് പെർമനന്റ് ചെയ്യാം. എത്ര നാളത്തേക്ക് പെർമനന്റ് ചെയ്താൽ കിട്ടും? 1 മന്ത് കിടക്കും. പിന്നെ നമ്മൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അത് ഈ നമ്മളിത് നീളം കൂട്ടി ഇങ്ങനെ നല്ല ഭംഗിക്ക് വെച്ചാൽ 1 മന്ത് പ്രശ്നം കൂടാതെ നമ്മള് നഖം ആ സമയത്ത് വളർന്നു വരും. അപ്പൊ നമ്മൾ റീഫിൽ ചെയ്യും. ഓ, അങ്ങനെയാണ്. അപ്പൊ വീട്ടമ്മമാർക്കും നമുക്ക് നെയില് നല്ല രീതിയിൽ ഭംഗിയായിട്ട് വെക്കണ്ടേ. അപ്പൊ നമ്മള് കല്യാണത്തിന് ഫങ്ഷൻസിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി എൻ്റെ കയ്യിൽ ആർട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോ ഇത് കണ്ടല്ലോ, ഒന്നിൽ ബ്ലാക്ക് ഫ്ലവർ വെച്ചു, ഇതിലെല്ലാത്തിലും വൈറ്റ് ഫ്ലവർ വെച്ചു. എങ്ങനെയുണ്ട്? ഏതായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ പ്രശാന്തിക്കുട്ടി വളരെ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളവർക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള പാർലറിൽ ആൾക്കാരുണ്ടെങ്കിൽ അവരും നോട്ട് ചെയ്യുക. ഒരു വലിയ ആർട്ടിസ്റ്റാണ് പ്രശാന്തി. ഇപ്പോൾ പ്രശാന്തി നെയിൽ ആർട്ടിസ്റ്റാണ്. ഈ വർക്ക് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. എനിക്ക് സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ, അത് പറയണമല്ലോ. എപ്പോഴും വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പ്രശാന്തി എൻ്റെ വലിയൊരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ നമ്മുടെ സ്വന്തമാണെന്ന് നമുക്ക് തോന്നുന്ന ഒരാളാണ്. പ്രശാന്തിയോട് സംസാരിച്ചിരുന്ന സമയം പോകുന്നത് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിരിക്കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം സൂര്യ ഇഷ.